അതായത് കോറിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് വിച്ച് മെഷേഴ്സ് ദ സ്ട്രെങ്ത് ഓർ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. രണ്ടോ അതിലധികം വേരിയബിൾസോ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളം സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിന്റെ ഡിഗ്രി എത്രത്തോളം ഉണ്ട് എന്ന് മെഷർ ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോറിലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ബൈവേരിയഡ് ഡാറ്റ മാത്രമാണ് നോക്കുന്നത്. അതായത് എക്സ് വാല്യൂസും വൈ വാല്യൂസും ഉണ്ട്. ഇപ്പൊ എക്സ് വാല്യൂസ് ഇപ്പൊ 10, 20, 30, 40 ആൻഡ് 50. വൈ വാല്യൂസ് ഒരു 60, 72, 84, 90, 100 ഇങ്ങനെ ഒരു ഡാറ്റ നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണ് നമ്മളെ എക്സ് വേരിയബിളും വൈ വേരിയബിളും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണുള്ളത്, അതിന്റെ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് എത്രയുണ്ട് എന്നെല്ലാം നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നത് ഏതിലൂടെ, കോറിലേഷനിലൂടെ. അപ്പം കോറിലേഷൻ പലതരത്തിലുള്ള കോറിലേഷൻ ഉണ്ട്. അതായത് ഇപ്പൊ എക്സിന്റെ വാല്യൂ വർദ്ധിക്കുമ്പോൾ അതേപോലെ തന്നെ വൈന്റെ വാല്യൂവും വർദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ പറയും ദ കോറിലേഷൻ ഈസ് പോസിറ്റീവ്. എപ്പോഴാണ് കോറിലേഷൻ പോസിറ്റീവ് എന്ന് പറയുന്നത്? വെൻ എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂവും ഇൻക്രീസ് ആണ് ചെയ്യുന്നതെങ്കിൽ വിൽ സേ ദാറ്റ് ദ കോറിലേഷൻ ഈസ് പോസിറ്റീവ്. നമ്മുടെ കോറിലേഷൻ പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയും. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾസിൽ എക്സ് 10 എന്ന് 20 ആയപ്പോൾ വൈ അതേമാതിരി കൂടി, 60 ആയിരുന്നത് 72 ആയി. ഇവിടെ 20 30 ആയപ്പോൾ ഇത് 72, 84 ആയി മാറി അല്ലെ. അപ്പൊ എക്സിന്റെ വാല്യൂ വർദ്ധിച്ചപ്പോൾ വൈന്റെ വാല്യൂ അതേപോലെ വർദ്ധിക്കുകയാണ് ചെയ്തത്. അതേമാതിരി ഇപ്പൊ എക്സിന്റെ വാല്യൂ കുറയുകയാണെങ്കിൽ വൈന്റെ വാല്യൂ കുറയുകയാണ്. അപ്പോഴും നമ്മൾ എന്ത് പറയുന്നു, ദ കോറിലേഷൻ ഇസ് പോസിറ്റീവ്. അതായത് എക്സും വൈയും ഒരേ ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ ഒരേ ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ കോറിലേഷൻ ഇസ് പോസിറ്റീവ്. നേരെ മറിച്ചിട്ട് ഇപ്പൊ എക്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വൈന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യണം. ഇപ്പൊ എക്സ് ഇപ്പൊ 10, 20, 30 എന്നുള്ള വാല്യൂസ് ആണ് എടുക്കുന്നത്. ഇപ്പൊ വൈ ഒരു 95, 72, 64 ഇങ്ങനെയാണ് വാല്യൂ എടുക്കുന്നത്. അപ്പൊ നോക്കൂ, എക്സ് കൂടിയപ്പോൾ 10 നിന്ന് 20 ആയപ്പോൾ വൈ എന്താ ചെയ്തത്, കുറയുക ചെയ്തത്. 95 നിന്ന് 72ലേക്ക് കുറയുക ചെയ്തത്. അപ്പൊ ഇങ്ങനെയാണ് എക്സും വൈയും എങ്കിൽ അതായത് കോറിലേഷൻ നമ്മൾ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും. അതായത് എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ ഡിക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ തിരിച്ച്, അതായത് എക്സ് ഡിക്രീസ് ചെയ്യുമ്പോൾ വൈ ഇൻക്രീസ് ചെയ്യുക. അതായത് രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ നമുക്ക് പറയാം ദ കോറിലേഷൻ ഈസ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും. അപ്പം ഇനി ചിലപ്പോൾ രണ്ടും ഒരേപോലെയല്ല, ഓരോ നമ്പേഴ്സ് ചിലത് കൂടുന്നുണ്ട് ചിലത് കുറയുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ദർ ഇസ് നോ കോറിലേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ എക്സ് ആൻഡ് വൈ ആർ അൺകോറിലേറ്റഡ് എന്ന് പറയും. ദേ ആർ അൺകോറിലേറ്റഡ് വേരിയബിൾസ് എന്നാണ് നമ്മൾ പറയും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കോറിലേഷനെ കുറിച്ചിട്ട് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ കോറിലേഷൻ പഠിക്കാനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. വൺ ഇസ് സ്കാറ്റർ ഡയഗ്രാം, സെക്കൻഡ് വൺ ഇസ് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ്, ആൻഡ് തേർഡ് വൺ ഇസ് സ്പിയർമാൻസ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. അതിൽ നമ്മൾ ആദ്യമായിട്ട് സ്കാറ്റർ ഡയഗ്രാം ആണ് നോക്കാൻ പോകുന്നത്. എന്താ സ്കാറ്റർ ഡയഗ്രാം എന്ന് നോക്കാം. സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ. അതായത് എക്സും വൈയും എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾസ് ആണ് നമ്മളെ കയ്യിലുള്ളതെങ്കിൽ അവർ തമ്മിലുള്ള കോറിലേഷൻ പഠിക്കാനുള്ള ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ് സ്കാറ്റർ ഡയഗ്രാം. അപ്പൊ സ്കാറ്റർ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ എക്സ് ആക്സിസിൽ നമ്മൾ എക്സ് വേരിയബിൾ എടുക്കും, ആൻഡ് വൈ ആക്സിസിൽ നമ്മൾ വൈ എന്ന് പറയുന്ന വേരിയബിൾ എടുത്ത് നമ്മൾ പോയിന്റ്സിനെ പ്ലോട്ട് ചെയ്യും. എന്നിട്ട് ഈ പോയിന്റ്സിനെ നോക്കിയിട്ട് നമ്മൾ കോറിലേഷൻ ഏത് ടൈപ്പിലുള്ളതാണ് എന്ന് പറയും. അതായത് ഇവിടെ ഇപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം കൂടി ഒരു അപ്വേർഡ് ട്രെൻഡ് ആണ് കാണിക്കുന്നത്. എക്സും വൈയും കൂടി നമ്മൾ പ്ലോട്ട് ചെയ്തപ്പോൾ അങ്ങോട്ട് ഒരു അപ്വേർഡ് ട്രെൻഡ് ആണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം കോറിലേഷൻ ഇസ് പോസിറ്റീവ് കോറിലേഷൻ ആണ് എന്ന് പറയാം. എന്നാൽ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ഡൗൺവേർഡ് ട്രെൻഡ് ആണ് കാണിക്കുന്നത് അല്ലെ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പം വാല്യൂസ് കുറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദ കോറിലേഷൻ ഇസ് നെഗറ്റീവ് കോറിലേഷൻ ആണ് എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എക്സും വൈയും പ്ലോട്ട് ചെയ്തപ്പോൾ ഇവരൊരു പാറ്റേൺ ഒന്നും കാണിക്കുന്നില്ല, എല്ലാം കൂടി അങ്ങ് പരന്ന് കിടക്കുകയാണ്. അതായത് എക്സും വൈയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്നേ ഇല്ല. അപ്പൊ നമുക്ക് പറയാം ദർ ഇസ് നോ കോറിലേഷൻ, ഇവർ തമ്മിൽ ഒരു കോറിലേഷനും ഇല്ല എന്ന് പറയും. ഇനി നമ്മൾ പോയിന്റ്സിനെ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നത് വിചാരിക്കും. കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് പോയിന്റ്സ് കിടക്കുന്നതെങ്കിൽ ആൻഡ് അത് ഒരു അപ്വേർഡ് ആയിട്ടാണ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ നമുക്ക് പറയാം ദർ ഇസ് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. പെർഫെക്റ്റ്
പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട് എക്സും വൈയും തമ്മിൽ. നേരെ മറിച്ചിട്ട് നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ ആണ് കിട്ടുന്നത്, അത് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കാണെങ്കിൽ നമുക്ക് പറയാം ദർ ഇസ് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു സ്കാറ്റർ ഡയഗ്രാം നോക്കിയിട്ട് കോറിലേഷന്റെ സ്ട്രെങ്ത് മനസ്സിലാക്കുന്നത്. പിന്നെ പോയിന്റ്സ് വളരെ അടുത്ത് കൂടി നിൽക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം ദർ ഇസ് സ്ട്രോങ് കോറിലേഷൻ. കുറച്ച് അകന്നിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ദ കോറിലേഷൻ ഇസ് വീക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് കോറിലേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അടുത്ത മെത്തേഡാണ് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. അപ്പൊ കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റിനെ സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് covariance between xy divided by root of variance of x into root of variance of x. ഇതാണ് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഈ ഫോർമുലയിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേഷൻ നടത്താനുള്ള ഫോം എന്ന് പറയുന്നത് n ഇൻറ്റു സമ്മേഷൻ എക്സ് വൈ മൈനസ് സമ്മേഷൻ എക്സ് ഇൻറ്റു സമ്മേഷൻ വൈ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് n ഇൻറ്റു സമ്മേഷൻ എക്സ് സ്ക്വയർ മൈനസ് സമ്മേഷൻ എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n ഇൻറ്റു സമ്മേഷൻ വൈ സ്ക്വയർ മൈനസ് സമ്മേഷൻ വൈ ദ ഹോൾ സ്ക്വയർ. ഈ പാറ്റേണിലുള്ള ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുന്നത്. ഈ ആക്ച്വൽ ഫോർമുലേനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇതിനുള്ള കോവേരിയൻസിന്റെയും വേരിയൻസിന്റെയും ആക്ച്വൽ എക്സ്പ്രഷനുകളെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ രൂപത്തിലുള്ള ഒരു ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഫോർമുല ഓർമ്മിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരേ പാറ്റേണിലുള്ള ഒരു ഫോർമുലയാണ്. അതിന്റെ ന്യൂമറേറ്ററിൽ എക്സും വൈയും വന്നിരിക്കുന്നു, ഡിനോമിനേറ്ററിൽ ഒരു റൂട്ടിനുള്ളിൽ എക്സിന്റെ ടേംസ് മാത്രം, അടുത്ത റൂട്ടിൽ വൈയുടെ ടേംസ് മാത്രം. അങ്ങനെയാണ് ഫോർമുല വരുന്നത്. അപ്പൊ ഈ കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ വാല്യൂ -1ന്റെയും +1ന്റെയും ഇടയിലുള്ള വാല്യൂ ആയിരിക്കും. കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. അതായത് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ വാല്യൂ -1ഓ +1ഓ ആണെങ്കിൽ നമുക്ക് പറയാം ദർ ഇസ് സ്ട്രോങ് കോറിലേഷൻ. +1 ആണെച്ചാൽ പോസിറ്റീവ് വാല്യൂ ആണെച്ചാൽ പോസിറ്റീവ് കോറിലേഷൻ എന്നും നെഗറ്റീവ് വാല്യൂസ് ആണെച്ചാൽ നെഗറ്റീവ് കോറിലേഷൻ എന്നും പറയും. 0 ആണ് കിട്ടുന്നതെങ്കിൽ ദർ ഇസ് നോ കോറിലേഷൻ. അങ്ങനെയാണ് നമ്മൾ കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് നോക്കിയിട്ട് എത്രത്തോളം കോറിലേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അത് കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫൈൻ കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. എക്സ് വാല്യൂസും വൈ വാല്യൂസും തന്നിട്ടുണ്ട്. നമുക്ക് ഫോർമുല ഉപയോഗിച്ചിട്ട് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഫോർമുല അറിയാം. R is equal to n into summation xy minus summation x into summation y divided by n into summation x square minus summation x whole square. ഇത് റൂട്ടിന്റെ ഉള്ളിലാണ്. ഇൻറ്റു റൂട്ടിന്റെ ഉള്ളിൽ തന്നെ സമ്മേഷൻ n ഇൻറ്റു സമ്മേഷൻ വൈ സ്ക്വയർ മൈനസ് സമ്മേഷൻ വൈ ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഈ ഫോർമുലയിലേക്ക് വേണ്ട കാൽക്കുലേഷൻസ് നമുക്ക് വേണം. നമുക്ക് സമ്മേഷൻ എക്സ് കണ്ടുപിടിക്കണം, സമ്മേഷൻ വൈ എന്താണെന്ന് കണ്ടുപിടിക്കണം. അതുമാതിരി നമുക്ക് എക്സ് സ്ക്വയറുകളുടെ സം ആവശ്യമുണ്ട്, വൈ സ്ക്വയറുകളുടെ സം ആവശ്യമുണ്ട്, എക്സ് ഇൻറ്റു വൈയുടെ സം ആവശ്യമുണ്ട്. ഇത്ര കോളംസ് എക്സ്ട്രാ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ സമ്മേഷൻ എക്സ് കിട്ടുന്നത് 26 എന്നാണ്, സമ്മേഷൻ വൈ കിട്ടുന്നത് 24 എന്നാണ്. ഇനി എക്സ് സ്ക്വയറുകൾ നോക്കാം. 9, 25, 64 and 100. For summation x square is equal to 198. മരി summation y square എന്താ വരും നോക്കാം. 4, 9, 49 and 144. For summation y square is equal to 206. ഇനി പിന്നെ എക്സ് വൈ ആണ് വേണ്ടത്. എക്സ് വൈ ടേംസ് എക്സ് ഇൻറ്റു വൈ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ടേംസ് 6, 15, 56 and 120 എന്ന് കിട്ടുന്നു. അപ്പൊ സമ്മേഷൻ എക്സ് വൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 197 എന്നാണ്. അപ്പൊ ഈ വാല്യൂസിനെ എല്ലാം നമുക്ക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ഒബ്സർവേഷൻസ്. ഇവിടെ n എന്ന് പറയുന്നത് 4 പെയേഴ്സ് ഓഫ് ഒബ്സർവേഷൻ ആണുള്ളത് അല്ലെ. അപ്പൊ 4 ഇൻറ്റു n ഇൻറ്റു സമ്മേഷൻ എക്സ് വൈ 4 ഇൻറ്റു 197 മൈനസ് സമ്മേഷൻ എക്സ് ഇൻറ്റു സമ്മേഷൻ വൈ 26 ഇൻറ്റു 24 എന്ന് എഴുതണം. ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് n ഇൻറ്റു സമ്മേഷൻ എക്സ് സ്ക്വയർ, n എന്ന് പറഞ്ഞാൽ 4 ആണ്, ഇൻറ്റു സമ്മേഷൻ എക്സ് സ്ക്വയർ ഇസ്
198 മൈനസ് അടുത്തത് വരുന്നത് സമ്മേഷൻ എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. അതായത് സമ്മേഷൻ എക്സ് എന്ന് പറയുന്നത് എക്സിന്റെ സം എന്ന് പറയുന്നത് 26 ആണ്. അതിന്റെ സ്ക്വയർ ആണ് ഇവിടെ എഴുതേണ്ടത്. അടുത്ത റൂട്ടിന്റെ ഉള്ളിൽ റൂട്ട് ഓഫ് n ഇൻറ്റു സമ്മേഷൻ വൈ സ്ക്വയർ ദറ്റ് ഈസ് 4 ഇൻറ്റു സമ്മേഷൻ വൈ സ്ക്വയർ ഇസ് 206 എന്നാണ് വരുന്നത്. മൈനസ് സമ്മേഷൻ വൈ ദ ഹോൾ സ്ക്വയർ. അത് സമ്മേഷൻ വൈ എന്ന് പറയുന്നത് 24 ആണ്. 24ന്റെ സ്ക്വയർ ആണ് നമ്മൾ എഴുതേണ്ടത് അല്ലെ. അപ്പൊ ഇതിന് ഓരോന്നായിട്ടും ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് അതുമാതിരി താഴത്തേത് ഇതുമാതിരി മൾട്ടിപ്ലൈ ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, റൂട്ട് കാണുക. അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് കിട്ടുന്ന ആൻസർ 0.97 എന്നാണ്. 0.97 എന്ന് പറഞ്ഞാൽ അത് 1ന്റെ അടുത്തേക്ക് വരുന്ന കോറിലേഷൻ ആണ് ആൻഡ് പോസിറ്റീവ് വാല്യൂ. therefore there is strong positive correlation നമുക്ക് പറയാം. സ്ട്രോങ് പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട് എന്ന് നമുക്ക് ഈ വാല്യൂ എന്ന് മനസ്സിലാക്കാം. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന കൺസെപ്റ്റ് ആണ് റിഗ്രഷൻ. അപ്പൊ റിഗ്രഷൻ അനാലിസിസ് എന്താണ് ചെയ്യുന്നത് നോക്കാം. റിഗ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് വിച്ച് മെഷേഴ്സ് ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. രണ്ടോ അതിലധികം സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണ് എന്ന് മെഷർ ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ആണ് റിഗ്രഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം നമുക്ക് 2 സെറ്റ് ഓഫ് ഡാറ്റയാണ് ഉള്ളത് വിചാരിക്കുക. എക്സ് വാല്യൂസും വൈ വാല്യൂസും ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് ഇപ്പൊ നമ്മളിപ്പോ എക്സിനെയും വൈനെയും നമ്മളിപ്പോ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പൊ ആ പോയിന്റ്സ് ഏത് പാറ്റേൺ ആണ് കാണിക്കുന്നത് നമ്മൾ നോക്കും. അതായത് ഏകദേശം ഒരു സ്ട്രേറ്റ് ലൈനിന്റെ ചുറ്റുമാണ് ഈ പോയിന്റ്സ് കൂടി നിൽക്കുന്നതെങ്കിൽ നമുക്ക് പറയാം ദർ ഇസ് എ ലീനിയർ റിലേഷൻഷിപ്പ്. ഒരു സ്ട്രേറ്റ് ലൈൻ പോലെ അതിന്റെ ചുറ്റുമാണ് നിൽക്കുന്നതെങ്കിൽ ദർ ഇസ് എ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ വാല്യൂസ്. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ പോയിന്റ്സിനെ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു കേർവിന്റെ പരാബോള ആണെച്ചാലോ ഒരു എക്സ്പോണൻഷ്യൽ കേർവിന്റെയോ ഒക്കെ പിന്നെ അതിന് ചുറ്റുമാണ് ഇത് കൂടി നിൽക്കുന്നതെങ്കിൽ നമുക്ക് പറയാം ദർ ഇസ് എ നോൺ ലീനിയർ റിലേഷൻഷിപ്പ്. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ലീനിയർ റിഗ്രഷനെ കുറിച്ചിട്ടാണ്. അപ്പൊ ലീനിയർ റിഗ്രഷൻ പഠിക്കുമ്പോൾ അത് സ്ട്രേറ്റ് ലൈൻ ആയിട്ട് റിലേറ്റഡ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ 2 തരത്തിലുള്ള റിഗ്രഷൻ ലൈൻസ് നമുക്കിവിടെ ഉണ്ടാവും. റിഗ്രഷൻ ലൈൻസ് 2 തരത്തിലുണ്ടാവും. ഒന്നിനെ റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് എന്നും മറ്റൊന്നിനെ എക്സ് ഓൺ വൈ എന്നാണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ 2 റിഗ്രഷൻ ലൈൻസ് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വൈ ഓൺ എക്സ് എന്ന് പറയുന്ന റിഗ്രഷൻ ലൈൻ അത് വൈ ഇസ് ഈക്വൽ ടു എന്ന രൂപത്തിൽ വൈനെ എക്സിന്റെ ടേംസിൽ എഴുതുക. വൈ ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന രൂപത്തിലൊക്കെ ഉള്ള ഒരു റിഗ്രഷൻ ലൈൻ ആയിരിക്കും റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ്. അപ്പൊ ഈ റിഗ്രഷൻ ലൈൻ എഴുതുന്നത് നമുക്ക് 2 സെറ്റ് ഓഫ് വേരിയബിൾസ് ഇല്ലേ, അതിൽ എക്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾ ആണ് വൈ എങ്കിൽ നമ്മൾ കിട്ടുന്ന റിഗ്രഷൻ ലൈൻ ഇസ് റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ്. നേരെ മറിച്ചിട്ട് നമ്മൾ എക്സ് ഓൺ വൈ എന്ന് പറയുന്നത് ഈ രൂപത്തിലായിരിക്കും. എക്സ് ഇസ് ഈക്വൽ ടു സം ബി വൈ പ്ലസ് ഡി എന്ന രൂപത്തിലായിരിക്കും. അതായത് എക്സിനെ നമ്മൾ വൈന്റെ ടേംസിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പൊ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ വൈ എന്ന് പറയുന്നതായിരിക്കും അവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. വൈന് എന്ത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. എന്നാൽ വൈ എടുക്കുന്ന വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വാല്യൂവേ എക്സിന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ വൈ ഇൻഡിപെൻഡന്റ് ആണ്, എക്സ് ഡിപ്പെൻഡന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിഗ്രഷൻ ലൈൻ ഏതാണ്? എക്സ് ഓൺ വൈ ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഈ 2 റിഗ്രഷൻ ലൈനിന്റെ ഇക്വേഷൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമ്മളെ കയ്യിൽ ഒരു ബൈ വേരിയേറ്റ് ഡാറ്റ ഉണ്ട്. ഇവിടെ എക്സ് വാല്യൂസ് ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈന്റെ വാല്യൂസ് ഉണ്ട്. 50, 62, 35 ഇങ്ങനെ ഒരു ഡാറ്റ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് 2 റിഗ്രഷൻ ലൈൻസ് കണ്ടുപിടിക്കുക എന്നാണ്. അപ്പൊ റിഗ്രഷൻ ലൈൻസ് വൈ ഓൺ എക്സ്, റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ്, അതിനുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. വൈ ഓൺ എക്സ്, അതിനുള്ള ഇക്വേഷൻ y മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഇവിടെ വൈ ബാർ എന്ന് പറഞ്ഞാൽ മീൻ ഓഫ് വൈ വാല്യൂസ് ആൻഡ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീൻ ഓഫ് എക്സ് വാല്യൂസ്. അതായത് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എക്സ് ബൈ എൻ ചെയ്താൽ കിട്ടുന്നതും വൈ ബാർ എന്ന് പറയുന്നത് സമ്മേഷൻ വൈ ബൈ എൻ എന്ന് ചെയ്താൽ കിട്ടുന്നതാണ്. പിന്നെ ഇവിടെ ഒരു കോൺസ്റ്റന്റ് നമ്മൾ കാണുന്നുണ്ട് ബി വൈ എക്സ്. ബി വൈ എക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ റിഗ്രഷൻ കോഎഫിഷ്യന്റ്. ദിസ് ഇസ് ദ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് വൈ ഓൺ എക്സ് ആണ്. അതിനെ നമ്മൾ എന്തോ പറയുന്നത്? ബി വൈ എക്സ് എന്ന് പറയുന്നത്. അതിന് കാണാനുള്ള ഫോർമുല എൻ ഇൻറ്റു സമ്മേഷൻ എക്സ് വൈ മൈനസ് സമ്മേഷൻ എക്സ്
into summation y divided by n into summation x square minus summation x the whole square. ഇതാണ് ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫോർമുല. ആക്ച്വലി ബി വൈ എക്സ് എന്ന് പറഞ്ഞാൽ കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ് ആണ്. അപ്പൊ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എക്സും വൈ ഒക്കെ നമ്മളടുത്തുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ സമ്മേഷൻ എക്സ്, സമ്മേഷൻ വൈ, സമ്മേഷൻ എക്സ് സ്ക്വയർ, സമ്മേഷൻ എക്സ് വൈ എല്ലാം കണ്ടുപിടിച്ചിട്ട് ബി വൈ എക്സ് കണ്ടുപിടിക്കും. അതിനെ ആൻഡ് എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കും. അതിന് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് കിട്ടും. ഇത് ഫസ്റ്റ് റിഗ്രഷൻ. അതേപോലെ തന്നെ അടുത്ത റിഗ്രഷൻ ലൈനാണ് റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ. അതിന് നമുക്ക് കിട്ടുന്നത് ഈ രൂപത്തിലായിരിക്കും. എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഈ രൂപത്തിലാണ് റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ ഉണ്ടാവുക. അവിടെ ബി എക്സ് വൈ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഓൺ വൈ ആണ്. ആൻഡ് ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു, അത് ആക്ച്വലി കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് വൈ ആണ്. ആൻഡ് അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് എൻ ഇൻറ്റു സമ്മേഷൻ എക്സ് വൈ മൈനസ് സമ്മേഷൻ എക്സ് സമ്മേഷൻ വൈ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സമ്മേഷൻ വൈ സ്ക്വയർ മൈനസ് സമ്മേഷൻ വൈ ദ ഹോൾ സ്ക്വയർ എന്ന രൂപത്തിൽ എഴുതും. എന്നിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ രണ്ട് റിഗ്രഷൻ ലൈനുകൾ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഇക്വേഷൻസ് ഓഫ് ടു റിഗ്രഷൻ ലൈൻസ്. ഇവിടെ എക്സ് വാല്യൂസും വൈ വാല്യൂസും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ബി വൈ എക്സും ബി എക്സ് വൈ ഒക്കെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാൽക്കുലേഷനും നമ്മൾ മുമ്പ് ചെയ്തതാണ്. അത് മുഴുവൻ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ എക്സും വൈയും ആണ് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മൾ എക്സ് സ്ക്വയറിന്റെ ഒരു കോളം, വൈ സ്ക്വയറിന്റെ കോളം, എക്സ് വൈയുടെ കോളം കണ്ടുപിടിച്ചു. എന്നിട്ട് നമുക്ക് സമ്മേഷൻ എക്സ്, സമ്മേഷൻ വൈ, സമ്മേഷൻ എക്സ് സ്ക്വയർ, സമ്മേഷൻ വൈ സ്ക്വയർ ആൻഡ് സമ്മേഷൻ എക്സ് വൈ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം റിഗ്രഷൻ കോഎഫിഷ്യന്റുകളാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് വൈ ഓൺ എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ വൈ ഓൺ എക്സ് എന്ന് പറയുന്നത് ബി വൈ എക്സ് ആണ്. റിഗ്രഷൻ കോഎഫിഷ്യന്റ് ബി വൈ എക്സ് വിച്ച് ഇസ് എൻ ഇൻറ്റു സമ്മേഷൻ എക്സ് വൈ മൈനസ് സമ്മേഷൻ എക്സ് സമ്മേഷൻ വൈ ഡിവൈഡഡ് ബൈ n ഇൻറ്റു സമ്മേഷൻ എക്സ് സ്ക്വയർ മൈനസ് സമ്മേഷൻ എക്സ് ഹോൾ സ്ക്വയർ. ഇതാണ് അതിനുള്ള ഫോർമുല. അപ്പൊ ഇതിൽ നമ്മൾ എല്ലാവരെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. n 4 ആണ് ഇവിടെ. 4 ഇൻറ്റു സമ്മേഷൻ എക്സ് വൈ ഇസ് 197 മൈനസ് സമ്മേഷൻ എക്സ് ഇൻറ്റു സമ്മേഷൻ വൈ 26 ഇൻറ്റു 24 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു സമ്മേഷൻ എക്സ് സ്ക്വയർ വിച്ച് ഇസ് 198 മൈനസ് സമ്മേഷൻ എക്സ് ദ ഹോൾ സ്ക്വയർ ഇസ് 26 സ്ക്വയർ. അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.41 എന്നുള്ള വാല്യൂ ആണ് ആരായിട്ട് കിട്ടാൻ പോകുന്നത്? ബി വൈ എക്സ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. ഇനി അതിന് പുറമെ നമുക്ക് എക്സ് ബാറും വൈ ബാറും കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. എക്സ് ബാർ ഇസ് സമ്മേഷൻ എക്സ് ബൈ എൻ ദാറ്റ് ഇസ് ഈക്വൽ ടു 26 ഡിവൈഡഡ് ബൈ 4 വിച്ച് ഇസ് 6.5. മറ്റു വൈ ബാർ കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് സമ്മേഷൻ വൈ ബൈ എൻ which is equal to 24 by 4 that is 6. ഇതും കണ്ടുപിടിച്ചു. എനിക്കിപ്പോൾ ബി വൈ എക്സും ഉണ്ട്. ഇനി എനിക്ക് റിഗ്രഷൻ ലൈൻ ഓഫ് അല്ലെങ്കിൽ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എന്നും പറയാം ഓഫ് വൈ ഓൺ എക്സ് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് വൈ മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. അത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് വൈ മൈനസ് വൈ ബാർ ഇസ് 6 which is equal to byx 1.41 into x minus x bar that is 6.5. നമുക്കിതിനെ വെച്ചാൽ y is equal to എന്നുള്ള രീതിയിൽ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് വെച്ചാൽ എഴുതുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് കണ്ടുപിടിക്കുന്നത്. ആദ്യം നമ്മൾ റിഗ്രഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കണം. അതിനുശേഷം നമ്മൾ റിഗ്രഷൻ ലൈനാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത റിഗ്രഷൻ കോഎഫിഷ്യന്റ് കൂടി നമുക്ക് കണ്ടുപിടിക്കാം. അടുത്തത് റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഓൺ വൈ. അതാദ്യം കാൽക്കുലേറ്റ്. ദാറ്റ് ഈസ് ബി എക്സ് വൈ. അതിനുള്ള ഫോർമുല n ഇൻറ്റു സമ്മേഷൻ എക്സ് വൈ മൈനസ് സമ്മേഷൻ എക്സ് സമ്മേഷൻ വൈ
ഡിവൈഡഡ് ബൈ, ഡിനോമിനേറ്ററിലാണ് മാറ്റം വരുന്നത്, n ഇൻറ്റു സമ്മേഷൻ വൈ സ്ക്വയർ വരും മൈനസ് സമ്മേഷൻ വൈ ദ ഹോൾ സ്ക്വയർ. ഇവിടെ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 ഇൻറ്റു 197 മൈനസ് 26 ഇൻറ്റു 24 ഡിവൈഡഡ് ബൈ n ഇൻറ്റു സമ്മേഷൻ വൈ സ്ക്വയർ, ദറ്റ് ഈസ് 4 ഇൻറ്റു 206 മൈനസ് സമ്മേഷൻ വൈ ദ ഹോൾ സ്ക്വയർ 24 സ്ക്വയർ. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.66 എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് റിഗ്രഷൻ ലൈനിനുള്ള ഇക്വേഷൻ എഴുതാം. റിഗ്രഷൻ ലൈൻ ഓഫ് x on y, that can be written as x minus x bar is equal to byx into y minus y bar. അവിടെ x minus x bar എന്ന് നമുക്ക് കിട്ടിയത് 6.5 ആണ്. That is equal to byx, which is 0.66 into y minus 6. ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇതിനൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് എഴുതാം. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഈ രണ്ട് റിഗ്രഷൻ ലൈൻസ് കിട്ടുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് റിഗ്രഷൻ ലൈൻസ് പഠിച്ചു, കോറിലേഷൻ പഠിച്ചു. അപ്പൊ നമുക്ക് ഇവിടെ റിഗ്രഷൻ കോഎഫിഷ്യന്റുകളായിട്ട് രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യന്റുകൾ കിട്ടിയിട്ടുണ്ട്. byx ഉണ്ട്, bxy ഉണ്ട്. ആൻഡ് വി ഹാവ് ദ കോറിലേഷൻ കോഎഫിഷ്യന്റ് r. ഇവർ മൂന്ന് പേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് എന്താണ് എന്ന് നോക്കാം. അതായത് byx ഇൻറ്റു bxy, അതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് കോറിലേഷൻ കോഎഫിഷ്യന്റ് r ആണ്. അതായത് രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യന്റുകൾ അറിയാമെങ്കിൽ എനിക്ക് ആരെ കണ്ടുപിടിക്കാം? കോറിലേഷൻ കോഎഫിഷ്യന്റ് r നെ കണ്ടുപിടിക്കാം. r is റൂട്ട് ഓഫ് byx ഇൻറ്റു bxy. മറ്റൊരു കാര്യം, r നും byx നും bxyക്കും ഇവർക്ക് മൂന്ന് പേർക്കും എപ്പോഴും ഒരേ സൈൻ ആയിരിക്കും, സെയിം സൈൻ ആയിരിക്കും. ഒന്നില്ലെങ്കിൽ മൂന്ന് പേരും നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ മൂന്ന് പേരും പോസിറ്റീവ് ആയിരിക്കും. സെയിം സൈൻ ആണ് ഇവർക്ക് ഉണ്ടാവുന്നത്. പിന്നെ നമുക്കിപ്പം byx അറിയുമെങ്കിൽ, byx നമുക്ക് കണ്ടുപിടിക്കണം. അതുമാതിരി r അറിയുമെങ്കിൽ byx എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? byx is equal to r into sigma y by sigma x. സിഗ്മ y എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y, സിഗ്മ x എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് x. സിമിലർലി bxy, കോറിലേഷൻ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് x on y കണ്ടുപിടിക്കുന്നത് r ഇൻറ്റു സിഗ്മ x ബൈ സിഗ്മ y എന്നുള്ള ഫോർമുല ഉപയോഗിച്ചിട്ടാണ്.